പൊന്നുമോളൊരു കഥാപ്രസംഗം നടത്തിയിട്ടെ അവിടുന്ന് ഓടിച്ചാടി വരുന്നുണ്ടായിരുന്നല്ലോ. സത്യം പറയാലോ ശിവ, അടിപൊളി പ്രസംഗമായിരുന്നു. ഇത് നീ കവലെ വെച്ച് പറയാന്നില്ലേ, കയ്യടിയെങ്കിലും കിട്ടിയാനെ. എന്താ ഇതിന് മറുപടി അവള് പറയും, അവളുടെ മറുപടി പിന്നെയും വരും ഇങ്ങോട്ട്. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഒന്ന് നിർത്താമോ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. അത് നമുക്ക് ഉറക്കം വരില്ല. അതിപ്പോ ലക്ഷ്യം ആയാലും ശരി തന്നെ. ബാലു എന്താ പറയേണ്ട കാര്യം പറയണ്ടേ? അപ്പൊ ഇനി ലക്ഷ്യമോൾ പറ. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞത് അച്ഛൻ കേൾക്കാൻ നോക്കിയിരിക്കുമായിരിക്കും അല്ലേ? ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. ഞാൻ പറഞ്ഞത് അങ്ങ് അംഗീകരിക്കേണ്ടി വന്നത് തന്നെ. ഇത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നീ പറഞ്ഞത്. എന്റെ പൊന്നു കൊച്ചേ, നീ ഇത്രയും വളർന്ന ഞാൻ അറിഞ്ഞില്ലട്ടാ. വളരുന്നത് നിന്റെ ഉള്ളിലെ വിഷം വളർന്ന. വിഷം വളരേ, വിഷം കൂടി. എന്റെ ശിവ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അച്ഛൻ മിണ്ടാരി അച്ഛാ. എടി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്തെങ്കിലും ഒരു ചേച്ചി എന്ന ഒരു രീതിയിൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ടാ? എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാ? അറ്റ്ലീസ്റ്റ് കുറച്ച് ബഹുമാനെങ്കിലും തന്നിട്ടുണ്ടാ? ഇല്ല. നിനക്ക് അന്നും ഇന്നും എന്നും കേശു